ഹായ് ഹലോ. എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? എനിക്കിന്ന് ചൂടിഡ്ഡലിയല്ല, തണുത്ത് കേട്ടോ, റവ ഇഡ്ഡലിയാണ്. റവ ഇഡ്ഡലി, അതിൻ്റെ കൂടെ ഞാനിന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കൂ. ഞാൻ സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റിൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയതാണ്. ഇഡ്ഡലിക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ലതാണ്, ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ തക്കാളി ചമ്മന്തി ഒന്ന് കണ്ടിട്ട് വന്നാട്ടെ. അപ്പോഴത്തെ ഞാനൊന്ന് കഴിക്കാം. അതിനുവേണ്ടി കുക്കറെടുത്ത് ഇതിലേക്ക് ഞാനൊരു 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് എൻ്റെ കൈക്ക് ഒരു പിടി വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുന്നു. ഒരുപാട് വെള്ളം വെക്കണ്ട, ഒരു നിരപ്പനെ വെള്ളം വെച്ചാൽ മതി. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിലടുപ്പിച്ച് അതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തു. ഇനി നമുക്കിതിനൊന്ന് കടുക് വറക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പാൻ അടപ്പേ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഇനി നമുക്കിത് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ചട്നിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി ചമ്മന്തി റെഡി. എത്ര സിമ്പിളായിട്ട് ചെയ്ത് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ശർക്കര ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. എൻ്റെ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഒരു മധുരം കൂടെ ഉണ്ടപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ടേസ്റ്റ് വരും. അതിന് വേണ്ടി ഞാൻ ചേർത്ത കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ തക്കാളി ചമ്മന്തി ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ എൻ്റെ തക്കാളി ചമ്മന്തി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, തക്കാളി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആപ്പിൾ തക്കാളി ഉണ്ടല്ലോ, ആപ്പിൾ ടൊമാറ്റോ, അതെടുക്കണം. മറ്റേത് ഇച്ചിരി പുളി ഉണ്ടാവും. ആ തക്കാളിക്ക് ആകുമ്പോൾ ഇച്ചിരി പുളി കുറവുണ്ടാവും. അപ്പോൾ എന്താ പറയുന്നത്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണും വരെ ടേക്ക് കെയർ, ബൈ, സീ യു.